അസ്സലാമു അലൈക്കും. വെൽക്കം ടു Shainus Dot Com. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ ഒരു 300 ഗ്രാം കഴുകി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കണില്ല, സാധാ മുളക് പൊടി ചേർത്താലും മതി. പിന്നെ ഞാൻ ചേർക്കുന്നത് ഈ ചിക്കൻ മസാല, ഞാൻ കടായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള മസാലയാണ്. അപ്പോൾ ഞാൻ അതാണ് ചേർക്കുന്നത്. നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ ചേർത്തെടുത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായ ഒരു കൂട്ടായതുകൊണ്ട് ഞാൻ അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിലേക്ക് പകുതി നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല ഡ്രൈ ആണെങ്കിൽ നമുക്കൊരല്പം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് അവിൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഇത് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ അതിനാണ് ഞാനിത് ചൂടാക്കിയെടുക്കുന്നത്. ഒരു ചെറിയ തീയിലിട്ടിട്ട് കരിഞ്ഞു പോവാതെ ഒന്ന് ക്രിസ്പിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ചൂട് പോയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇത് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ട് പൊടിക്കേണ്ട, മിക്സിയിലിട്ട് നന്നായി പൊടിയായി പോകും. അപ്പോൾ നമുക്കതിനെ പൊടിയാവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും മിക്സ് ചെയ്തതാണിത്. പിന്നെ നമുക്ക് ആവശ്യം 1 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തത്, പിന്നെ ചീസ് ചെറിയ ക്യൂബ്സായിട്ട് ഞാൻ കട്ട് ചെയ്തതാണിത്. ഇനി നമുക്ക് കയ്യിൽ അല്പം എണ്ണ പുരട്ടി ഈ ചിക്കൻ്റെ മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ കയ്യിലിട്ടൊന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ചീസിൻ്റെ ക്യൂബ് എടുത്ത് വെച്ച് ആദ്യം മൈദയിൽ ഒന്ന് മുക്കിയെടുത്ത് അതിനുശേഷം നമുക്ക് മുട്ടയിൽ മുക്കി അവിലിൽ ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ടും ചെയ്യാം, പക്ഷെ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടാൻ നല്ലത് ഈ അവിലിൻ്റെ പൊടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ചെയ്തത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ എല്ലാം ഇതുപോലെ ബോളുകളാക്കി മൈദയിൽ മുക്കി മുട്ടയിൽ മുക്കി നമുക്ക് അവിലിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാ ചിക്കനും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലൊന്ന് വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഈ ബോൾസൊക്കെ അതിനകത്തോട്ട് ഇട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കത് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഇത് അധിക സമയം ആവശ്യമില്ല. ഉള്ളു വെന്ത് കഴിഞ്ഞാൽ ഉള്ളിലെ ചീസ് നമുക്കത് പൊട്ടി പുറത്തോട്ട് വരുന്നത് കാണാം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.